തൃപ്പൂണിത്തറയ്ക്കടുത്ത് കരിങ്ങാച്ചിറ പള്ളിയിലെ നേർച്ചസദ്യ സ്റ്റൈലിലുള്ള ബീഫ് പെരളനാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. കരിങ്ങാച്ചിറ പള്ളിയിൽ നേർച്ചസദ്യ ഉണ്ടാക്കുന്ന കുക്കിൽ നിന്നും കിട്ടിയ റെസിപ്പിയാണിത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഒന്നര കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറുതായി നെയ്യുള്ള ബീഫ് വേണേ. അതിനകത്തേക്ക് ഒരു വലിയ ഇഞ്ചി അരിഞ്ഞതിൻ്റെ പകുതി, കുറച്ച് വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് വേണേ മാരിനേറ്റ് ചെയ്യാൻ. മാരിനേറ്റ് ചെയ്ത ബീഫ് 1 മണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. സമയം കുറവാണെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും മസാല പിടിക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് പൊട്ടിക്കണേ. ഒരു 3 ഉണക്കമുളകും ഒരു 2-3 ബേ ലീഫും കൂടി ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി 10 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം. മാരിനേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെളുത്തുള്ളിയും ആ കൂടെ തന്നെ ഇഞ്ചിയും ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുണ്ട്. മസാലയിലേക്ക് നമുക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. ആ കൂടെ തന്നെ ഒരു 2 സവോള അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. സവോള ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് സവോളയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ സവോള വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണേ. 2.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ മീറ്റൊക്കെ കുക്ക് ചെയ്യുന്നത് നല്ല എരിവിലാണ് കേട്ടോ. നിങ്ങൾക്ക് എരിവ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്രേവിക്കൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് പൊടികളെല്ലാം നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മസാലയിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് വഴറ്റുക. തക്കാളി ഒന്ന് സ്മാഷ് ആകുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്യാം. ഈ മസാലയുടെ 1/4 ഭാഗം നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കണേ. ബീഫ് വേവിച്ചതിൽ വെള്ളമുണ്ടെങ്കിൽ ആ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം, അല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. മുക്കാൽ ഭാഗം മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ
മസാലക്കൂട്ടിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് പച്ച നേന്ത്രക്കായ ഇതിൻ്റെ കൂടെ വേവിച്ച് ചേർക്കുന്നുണ്ട്. നേന്ത്രക്കായ കുക്കറിൽ ഒരു 2 വിസിൽ വന്നാൽ വേഗം. അതും കൂടി ബീഫിലേക്ക് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മസാല നേന്ത്രക്കായയിലും ബീഫിലും എല്ലാം പിടിക്കാൻ വേണ്ടി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അര ടീസ്പൂൺ പൊടിച്ച കുരുമുളകും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് കറി വാങ്ങാം. ഇപ്പോൾ കരിങ്ങാച്ചിറപ്പള്ളിയിലെ നേർച്ച സദ്യ സ്റ്റൈൽ ബീഫ് നേന്ത്രക്കായ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ്സിൽ തിക്ക് ഗ്രേവിയിൽ കിട്ടുന്ന ബീഫ് കറിയും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതിനകത്ത് നേന്ത്രക്കായ ഉണ്ടാകുന്നില്ലെന്ന് മാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്